ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്നത്തേത് ഒരു നല്ല മഴയുള്ള ദിവസത്തെ ഒരു നോമ്പ് തുറ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സ്നാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടല ആവശ്യമുണ്ട് കേട്ടോ. വെള്ളക്കടല ഉണ്ടല്ലോ, ചെന കടല, അത് ആവശ്യമുണ്ട്. അപ്പോൾ ചെന കുറച്ച് വൈകിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നല്ലോണം കഴുകിയിട്ട് ഈ ഒരു ഫ്ലാസ്കിലേക്ക് ഇട്ട് വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കടല കുതിർന്ന് കിട്ടും. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണോ. ഇന്ന് നമ്മൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയും, ആ ഒരു കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പം, നൂലപ്പമാണ് ഉണ്ടാക്കുന്നത്. നൂലപ്പത്തിനുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്ന് ഇവിടെയൊക്കെ നല്ല മഴ പെയ്തു. അപ്പോൾ കറണ്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻവെർട്ടർ എത്ര നേരം ചാർജ് ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഉള്ള സമയം വരെ നമുക്ക് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താവും എന്നറിയില്ല. പിന്നെ എൻ്റെ റെസിപ്പീസിന്, ഇന്നത്തെ റെസിപ്പീസിന് നമുക്ക് മിക്സി ഒക്കെ ആവശ്യമുണ്ട്. ഇൻവെർട്ടറിൽ മിക്സി ചിലപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ, എന്താ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിന്നെ ചിക്കനും ഹമ്മൂസ് ഇല്ലേ, അതും വെച്ചിട്ടൊരു റാപ്പാണ് കേട്ടോ ചെയ്യുന്നത്. കുബൂസിൽ റാപ്പ്. നമുക്ക് മാക്സിമം ഫ്രൈസ് ഒഴിവാക്കി തന്നെ പോയി നോക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യണത്. കുട്ടികൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ നോമ്പായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എണ്ണക്കടികൾ, പഴംപൊരി, സമൂസ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാണ്. എന്നാലും എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കാനും വലിയ മൂഡില്ല കേട്ടോ. ഇന്നലെ എഡിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ നല്ല തലവേദനയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇന്ന് ഈ ഒരു റാപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ പറഞ്ഞു ചെയ്തു. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നു ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ റാപ്പിലേക്കുള്ള ചിക്കനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുള്ള മാരിനേഷനൊന്ന് റെഡിയാക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് ചേർക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ടിട്ട് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാനിതൊക്കെ സെറ്റാക്കിയിട്ട് ഒന്ന് അസുറൊക്കെ നിസ്കരിച്ച് വന്നു. അപ്പോഴേക്കും ഇതാ ഷേസ് അവിടെ ജ്യൂസൊക്കെ റെഡിയാക്കി. മുഹബത്ത് ഷർബത്ത് അങ്ങനെ തന്നെ പറയണമല്ലോ, അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ്, കുട്ടികളുടെയൊക്കെ. പിന്നെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോട്ട് എവിടുന്നാണ് വാങ്ങിച്ചിരുന്നത് ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹോം സെൻറ്ററിൽ നിന്ന്, ഹൈലൈറ്റ് മോളിലെ, കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മോളിലെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു പോട്ടാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള, എനിക്കിഷ്ടമുള്ളൊരു പോട്ടാണ്. അപ്പം അതിനിടയിൽ കറണ്ട് വന്നപ്പോൾ ഞാൻ വേഗത്തിൽ തേങ്ങ ചിരക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. കറിക്ക് വേണ്ടിയിട്ട് 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷേസയാണ് കേട്ടോ ഇളക്കാനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കറിയിലേക്ക് നമ്മൾ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. ചിക്കനും വെജിറ്റബിൾസും കൂടെ ഉള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനിടയിൽ നമുക്ക് നൂലപ്പം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനിടയിൽ തരിക്കഞ്ഞി റെഡിയായി. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഈ ഒരു മസാല തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതിലിട്ടിട്ടാണ് ഇനി ചിക്കനൊക്കെ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനായിട്ട് അധികമൊന്നും നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ ഒന്ന് ഒരു 1/4 ഭാഗത്തോളം വേവായി കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചേനയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. നമുക്ക് ഹമ്മൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുറച്ചധികം കടല വേവിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട്, സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് റാപ്പിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കറണ്ട് അങ്ങനെ പോയി വന്നും കൊണ്ട് നിൽക്കണോണ്ട് ഓവനിൽ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതെന്തായാലും കുറച്ച് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കന് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റോയും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഗോപിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ഇതിനിടയിൽ കുറച്ച് വെളുത്ത എള്ളും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ കറിയിലെ ചിക്കനും വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ വെജിറ്റബിൾ കറി ഇവിടെ റെഡിയായി. ഇനി തഹിനി പേസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ അതിനിതാ വറുത്തെടുത്തിട്ടുള്ള എള്ള് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഈ ഒരു രീതിയിലാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഹമ്മുസിലേക്ക് വേണ്ടിയിട്ടുള്ള ചെന ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1.5 ടേബിൾ സ്പൂണോളം ലൈം ജ്യൂസാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ, കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തഹീനി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഹമ്മുസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹമ്മുസ് നമ്മളുടെ കുബൂസിന് പുറത്തൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കുബൂസ് അതിന് മുന്നേ ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ അങ്ങനെ ചൂടാക്കുക, ഇല്ലെങ്കിൽ ഒന്നിച്ച് റാപ്പ് ചെയ്തിട്ട് ഒന്നിച്ച് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അതിനുശേഷം ഇതാ ഇതുപോലെ ലെറ്റസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, പിന്നെ അതവിടെ കുറച്ച് ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ഒഴിച്ചു കൊടുക്കുക. കെച്ചപ്പ് ആണെങ്കിൽ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഹോട്ട് സോസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ റാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ വയറ് ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഞാനും ഷേസിയും കൂടെ റാപ്പ് ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇനി ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വേഗത്തിൽ ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഹെൽത്തി സ്നാക്ക്. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തീരെ മൂടില്ലാതെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു റാപ്പ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫൈനലി ബാങ്ക് കൊടുക്കാനായപ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടോ. എല്ലാം ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.